ഇസ്ലാമിന്റെ നിയമം ഭയങ്കര അത്ഭുതമല്ലേ? നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു ചെടി പോലും വെട്ടിമുറിക്കാൻ പാടുള്ളതല്ല. കൃഷികൾ നശിപ്പിക്കരുത്. വൃദ്ധന്മാർ, സ്ത്രീകൾ തൊടാൻ പാടില്ല. യുദ്ധത്തിൽ കണ്ടാൽ പോലും തൊടാൻ പാടില്ല എന്നാ. പെണ്ണുങ്ങൾ യുദ്ധത്തിന് വന്നു, അത്ര വലിയ ദേഷ്യവും വീറും പകയും മുസ്ലിമീങ്ങളുള്ളതിന്റെ പേരിൽ അവർ യുദ്ധത്തിൽ വന്നാൽ പോലും കുട്ടികളെയും പെണ്ണുങ്ങളെയും തൊടാൻ പാടില്ല. അവരിൽ മഠങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഏത് വിശ്വാസികളായിക്കോട്ടെ, ഇസ്ലാമിന്റെ ആവശ്യത്ത് പോകുമ്പോൾ അതല്ലാത്തവരോടൊക്കെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. അവർ തൊട്ടുപോകാൻ പാടില്ല. അവർ ആരാധനയിലാണ്. അവരുടെ മതം എന്തോ ആകട്ടെ, തൊടാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിന്റെ നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്യാൻ അവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അംഗച്ഛേദം ചെയ്യാൻ പാടുള്ളതല്ല. ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷെ മുസ്ലിമീങ്ങളോട് അതൊന്നും കാണിച്ചിട്ടില്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിനെ കഷ്ണം കഷ്ണാക്കി ശരീരം കാണാനില്ലായിരുന്നു. ഒരു വിരലിന്റെ കഷ്ണത്തിൽ വന്ന പെങ്ങള കണ്ടത് ഇതെന്റെ സഹോദരന്റെ വിരലാണ്. 80ഓളം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായി ശരീരം ചിന്നിച്ചിതറിയിരുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ കയ്യും കാലൊക്കെ മുറിച്ചില്ലേ അവര്. നബി നിങ്ങൾക്ക് ഇത് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ. കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇത്രയും നിയമങ്ങളുള്ള മതമാണ് ഇസ്ലാം.